അളകനന്ദയുടെ സ്വപ്നഭവനം യാഥാർത്ഥ്യമാകാൻ പോകുന്നു. ജന്മം നൽകിയ പിതാവിന്റെ ക്രൂരതകൾ ഏറ്റുവാങ്ങിയ മാലാഹ എന്ന തലക്കെട്ടോടെ ITV ന്യൂസ് 2 ആഴ്ച മുമ്പ് ഒരു വാർത്ത നൽകിയത് മാന്യപ്രേക്ഷകർ മറന്നു കാണില്ല എന്ന് കരുതുന്നു. കഴിഞ്ഞ 2022 ജനുവരിയിലായിരുന്നു കൊച്ച് അളകനന്ദയുടെയും അവളുടെ കുഞ്ഞനുജൻ അതുൽ കൃഷ്ണയുടെയും ജീവിതത്തിൽ ഇരുൾ പടർത്തി ജന്മം കൊടുത്ത പിതാവ് തന്നെ ആസിഡ് ആക്രമണം നടത്തി ആ കുടുംബം ഇല്ലാതാക്കിയത്. ആ ആസിഡ് ആക്രമണത്തിൽ അളകനന്ദയുടെ അമ്മ നിജിത മരണമടയുകയും 12-കാരിയായ അളകനന്ദയ്ക്കെന്ന് 70% പൊള്ളലേൽക്കുകയും ചെയ്തിരുന്നു. ഈ കൃത്യം നിർവഹിച്ച അച്ഛൻ സനൽകുമാർ പോലീസിന് പിടികൊടുക്കാതെ പോയി ട്രെയിനിന് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യുകയും ചെയ്തിരുന്നു. ജീവൻ തിരിച്ചു കിട്ടിയില്ല എന്ന് കരുതിയ അളകനന്ദയെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവന്നത് അടിമാലിയിലെ സ്നേഹസ്വാന്തനം എന്ന പാരമ്പര്യ പൊള്ളൽ ചികിത്സാ കേന്ദ്രത്തിലെ ജോർജ് ഫിലിപ്പ് എന്ന വൈദ്യരായിരുന്നു. അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് പോകുവാൻ മറ്റ് ഇടങ്ങളൊന്നുമില്ലാതിരുന്ന അളകനന്ദയ്ക്കും വല്യമ്മ ഗീതയ്ക്കും താമസിക്കുവാൻ വൈദ്യശാലയിൽ അഭയം കൊടുത്തു. അനുജൻ മറ്റൊരു ബന്ധുവിൻ്റെ വീട്ടിൽ കണ്ണൂരിൽ. മാരക പൊള്ളലേറ്റ് വെന്ത രോഗികളുടെ ഇടയിലാണ് ഇവർ ഇപ്പോൾ താമസിക്കുന്നത്. അളകനന്ദയ്ക്കും അനുജനും സ്വന്തമായി ഒരു വീടുണ്ടായിരുന്നു എങ്കിൽ വല്യമ്മയും അനുജനുമൊപ്പം ഇവർക്ക് താമസിക്കാമായിരുന്നു. ഇവർക്ക് വീടുണ്ടാക്കുവാൻ ജോർജ് ഫിലിപ്പ് വൈദ്യർ 5 സെന്റ് സ്ഥലം സൗജന്യമായി നൽകാം എന്ന് വാക്ക് തന്നതിനെ തുടർന്നാണ് ITV ന്യൂസ് ഇവർക്കൊരു വീടുണ്ടാക്കുവാനുള്ള സഹാഭ്യർത്ഥന നടത്തി 2 ആഴ്ച മുമ്പ് ഒരു വീഡിയോ ചെയ്തത്. ITV ന്യൂസ് നൽകിയ ആ വാർത്തയ്ക്ക് വളരെ മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതുവരെ 2,27,000 പരം രൂപ ക്യാഷായി അവരുടെ അക്കൗണ്ടിൽ ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പലരും വീട് പണി തുടങ്ങുമ്പോൾ സഹായിക്കാമെന്ന് വാക്കും തന്നിട്ടുണ്ട്. പണം അളകനന്ദയുടെയും സഹോദരൻ്റെയും പേരിൽ തുടങ്ങിയ ജോയിന്റ് അക്കൗണ്ടിലേക്കാണ് വന്നിരിക്കുന്നത്. പണം അയച്ച പലരും അവരുടെ പേര് വിവരങ്ങൾ വെളിപ്പെടുത്തരുത് എന്ന് ഞങ്ങളെ അറിയിച്ചിട്ടുണ്ട് എങ്കിലും അവരുടെ പേര് വെളിപ്പെടുത്താതെ തന്നെ ലഭിച്ച തുകകൾ വരുന്ന ദിവസം ഞങ്ങൾ ITV ന്യൂസിൽ കൂടി തന്നെ വെളിപ്പെടുത്തുന്നതായിരിക്കും. ഈ ഉദ്യമത്തിൽ പങ്കാളികളാകുവാൻ സന്മനസ്സുള്ളവർക്ക് ഞങ്ങളോടൊപ്പം പങ്കുചേരാവുന്നതാണ്. ഈ കുട്ടികളുടെ പേരിലുള്ള ജോയിന്റ് അക്കൗണ്ട് വിവരങ്ങളും അവരുടെ വല്യമ്മയുടെ ഫോൺ നമ്പറും ഞങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അതുപോലെ സാമ്പത്തികമായി സഹായിക്കുവാൻ പറ്റാത്തവർക്ക് ഒരു വീടിന് ആവശ്യമുള്ള എന്തെങ്കിലും മെറ്റീരിയലുകൾ നൽകുവാൻ സാധിക്കുമെങ്കിൽ അങ്ങനെയും ഇവരെ സഹായിക്കാവുന്നതാണ്. നമ്മളൊന്ന് ഒത്തൊരുമിച്ച് ശ്രമിച്ചാൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ഈ കുഞ്ഞുങ്ങൾക്ക് ഒരു കിടപ്പാടമുണ്ടാകും. കഴിഞ്ഞ ജനുവരി മാസമാണ് ഇവർ ഈ ഭൂമിയിൽ തനിച്ചായത്. ഈ വരുന്ന ജനുവരിയിൽ തന്നെ അവർക്ക് ആശ്രയമാകാനുള്ള ഒരു പദ്ധതിക്ക് തുടക്കം കുറിക്കാനായതും ഒരുപക്ഷെ ദൈവേച്ഛയായിരിക്കാം. അതുപോലെ രാജൻ ഗീവർഗീസ് എന്ന എറണാകുളത്ത് താമസിക്കുന്ന ഒരച്ചായൻ 250 പേർക്കുള്ള പുതിയ വസ്ത്രം മേടിച്ച് ITV ന്യൂസിനെ ഏൽപ്പിച്ചിട്ടുണ്ട് ആവശ്യക്കാർക്ക് കൊടുക്കുവാൻ. വരുന്ന ദിവസം തന്നെ ഞങ്ങൾ അർഹരായവർക്ക് ഇത് എത്തിച്ചു നൽകും എന്ന് ഉറപ്പു നൽകുന്നു. രാജൻ ഗീവർഗീസ് അച്ചായൻ സ്വന്തമായി ഇതുപോലെ ചാരിറ്റി പ്രവർത്തനങ്ങൾ ചെയ്യുന്ന ആളാണ് എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്. അദ്ദേഹത്തിന് എല്ലാവിധ ആശംസകളും ITV ന്യൂസ് അറിയിക്കുന്നു. ITV ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.